ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ തിരുവചനം കേൾക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ സ്നേഹവന്ദനം. റോമർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായത്തിൽ നിന്നാണ് ചില കാര്യങ്ങൾ നാം കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ചതും ധ്യാനിച്ചതും. റോമർ 7-ലെ ദ്വിമുഖ മനുഷ്യ ദർശനം. ഒരു വ്യക്തിയിൽ തന്നെ കാണുന്ന രണ്ട് വൈരുദ്ധ്യ സ്വഭാവങ്ങൾ, ഒരു വ്യക്തിയിൽ തന്നെ കാണുന്ന രണ്ട് പ്രകൃതികൾ, ഒരു വിശ്വാസിയുടെ രണ്ട് മുഖങ്ങൾ. ദൈവത്തിന് സ്തോത്രം. മനുഷ്യനിൽ ഒരാന്തരിക സംഘടന നടക്കുന്നുണ്ട്. വാസ്തവത്തിൽ മനുഷ്യന്റെ അകം ഒരു യുദ്ധഭൂമിയാണ്, ഒരാന്തരിക സംഘർഷ രംഗമാണ്. പ്രത്യേകിച്ചും ജീവിതം കർത്താവിന് വേണ്ടി വേർതിരിക്കണമെന്ന് ആഗ്രഹിച്ച് മാനസാന്തരപ്പെടുവാൻ വേണ്ടി കൊതിയോടെ മുന്നോട്ട് പോകുന്ന ആത്മാർത്ഥതയുള്ള ദൈവപൈതലിന് ഈ സംഘടന വളരെ വ്യക്തമായി മനസ്സിലാകും. ദൈവത്തിന് സ്തോത്രം. ഓരോ വ്യക്തിയിലും ഞാൻ പറഞ്ഞു, ഒരു തെമ്മാടിയുമുണ്ട്, ഒരു മാന്യനുമുണ്ട്, ഒരു നന്മയുമുണ്ട്, ഒരു തിന്മയുമുണ്ട്. ദൈവത്തിന് സ്തോത്രം. പാപത്തിൻ്റെ പ്രകൃതിയുണ്ട്, ദൈവികമായിരിക്കുന്ന പ്രകൃതിയുണ്ട്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, നന്മയെ വളർത്തി തിന്മയെ സംഹരിക്കലാണ് നമ്മുടെ ദൗത്യം. നാം ചിന്തിച്ചു തുടങ്ങിയത് എന്താണ്? റോമർ 7-ാം അധ്യായത്തിലെ ദ്വിമുഖ ദർശനങ്ങൾ, വൈരുദ്ധ്യമായ സ്വഭാവങ്ങൾ, രണ്ട് തരത്തിലുള്ളതായിരിക്കുന്ന പ്രകൃതികൾ, ഒരു വിശ്വാസിയുടെ തന്നെ രണ്ട് മുഖങ്ങൾ. കഴിഞ്ഞ വചനശുശ്രൂഷയിൽ നാം 3 കാര്യങ്ങൾ ധ്യാനിക്കുകയുണ്ടായി. ഒന്ന് ജഡീകൻ, രണ്ട് ആത്മീയൻ. ഒരു വ്യക്തിയിൽ തന്നെ കാണുന്ന രണ്ട് സ്വഭാവങ്ങളാണ്. അവനിൽ തന്നെ ജഡീക പ്രകൃതിയുണ്ട്, ആത്മീയ പ്രകൃതിയുണ്ട്. നാം വിശദമായി ചിന്തിക്കുകയുണ്ടായി. രണ്ടാമത്തേത് രണ്ട് വിധ ജ്ഞാനികൾ, ദ ഡിവൈഡഡ് സെൽഫ്. ദൈവത്തിന് സ്തോത്രം. ആത്മവൈരുദ്ധ്യം. എന്താണ് നാം ചിന്തിച്ചത്? നന്മ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ഒരു ഞാൻ, തിന്മ ചെയ്തു പോകുന്ന ഒരു ഞാൻ. ഒരു വ്യക്തി തന്നെയാണ്. നന്മ ചെയ്യുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്, ഞാൻ ചെയ്യുന്നതോ തിന്മയാകുന്നു. രണ്ട് വിധ സ്വയങ്ങൾ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. മൂന്നാമത്തെ കാര്യം നാം ചിന്തിക്കുകയുണ്ടായി, ദൈവത്തിൻ്റെ പ്രമാണവും പാപത്തിൻ്റെ പ്രമാണവും. ദൈവത്തിൻ്റെ പ്രമാണം എന്താണ്? അനുശാസിക്കുന്നതും നാം ആഗ്രഹിക്കുന്നതും ദൈവം സന്തോഷിക്കുന്നൊരു ജീവിതം നയിക്കണം. പാപത്തിൽ നശിച്ച് നരകത്തിൻ്റെ തീപ്പൊയ്കയിൽ വെന്തെരിയാൻ ഇടവരരുത്. പക്ഷെ പ്രായോഗിക ജീവിത തലത്തിലേക്ക് നടന്നു വരുമ്പോൾ പലതും തിന്മ പ്രവർത്തിച്ചു പോകുന്നു. പാപത്തിൻ്റെ പ്രമാണം പലപ്പോഴും തലനോക്കി ജയിക്കുന്നു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. വചനം ഇഷ്ടമാണ്, കേൾക്കുന്നുണ്ട്, താല്പര്യമുണ്ട്, തീരുമാനം എടുക്കുന്നുണ്ട്. പക്ഷേ പലപ്പോഴും അത് പ്രാവർത്തിക ജീവിതത്തിൽ പ്രതിഫലിപ്പിക്കുവാൻ സാധിക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ദൈവമക്കളെ, ജയം തരുന്നൊരു ദൈവമുണ്ട്. ഇനി നാം ഇന്ന് ചിന്തിക്കാൻ പോകുന്നതായ മറ്റു 3 കാര്യങ്ങൾ. ഹല്ലേലൂയ. ഒന്ന്, ദൈവത്തിന് സ്തോത്രം. അത് 3 ചിന്തിച്ചു കഴിഞ്ഞ പ്രാവശ്യം. 4-മത്തേത് എന്താണ്? 7-ാം അധ്യായത്തിന് 14-ാമത്തെ വാക്യം വായിച്ച്. റോമർ 7-ന്റെ 14. ന്യായപ്രമാണം ആത്മീകമെന്ന് നാം അറിയുന്നുവല്ലോ. ഞാനോ ജഡമയൻ, പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവൻ തന്നെ. പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവൻ തന്നെ. ദൈവത്തിന് സ്തോത്രം. റോമർ 6-ാം അധ്യായം 20 മുതൽ 22 വരെ വാക്യങ്ങൾ. 6-20 മുതൽ 22 വരെ. നിങ്ങൾ പാപത്തിന് ദാസന്മാരായിരുന്നപ്പോൾ നീതിയെ സംബന്ധിച്ച് സ്വതന്ത്രരായിരുന്നുവല്ലോ. നിങ്ങൾക്ക് അന്ന് എന്തൊരു ഫലമുണ്ടായിരുന്നു? വായിച്ചോ. ഇപ്പോൾ നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നു തന്നെ. അതിന്റെ അവസാനം മരണമല്ലോ. എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന് ദാസന്മാരായിരിക്കാൻ. 2 കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായോ? വളരെ വ്യക്തമായിട്ടാണ് പൗലോസ് പറയുന്നത്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ 2 ദാസ്യത്വം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പാപത്തിൻ്റെ ദാസന്മാർ, ക്രിസ്തുവിൻ്റെ ദാസന്മാർ. ഹല്ലേലൂയ. പാപത്തിൻ്റെ ദാസന്മാർ, ക്രിസ്തുവിൻ്റെ ദാസന്മാർ. പൗലോസ് തന്നെ അവതരിപ്പിക്കുന്നത്, ഞാൻ ക്രിസ്തുവിൻ്റെ ദാസൻ. റോമർ 1-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ
അത് തന്നെയാണ് പൗലോസ് പറയുന്നത്. റോമർ 1:2 ക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ രേഖകളിൽ തന്റെ പ്രവാചകന്മാർ മുഖാന്തരം മുമ്പ് കൂട്ടി വാഗ്ദാനം ചെയ്ത സുവിശേഷത്തിന് വേർതിരിച്ച് വിളിക്കപ്പെട്ട അപ്പോസ്തലനും യേശുക്രിസ്തുവിന്റെ ദാസനുമായ ഹല്ലേലൂയ. അത് കേൾക്കുന്നതും പറയുന്നതും എനിക്ക് പ്രമോദമാണ്. യേശുക്രിസ്തുവിന്റെ ദാസൻ, യേശുക്രിസ്തുവിന്റെ അടിമ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, നിങ്ങൾക്ക് അപ്രകാരം ഒന്നാകാൻ കൊതിയുണ്ടോ? പിശാചിനെ തോൽപ്പിച്ച് കാൽവറിയിൽ കർത്താവായി യേശുക്രിസ്തു ജീവരക്തം മറുവിലിയായി കൊടുത്ത് ശത്രുവിന്റെ ബന്ധനക്കെട്ടുകൾ നിന്നെ വിടുവിച്ചു. സ്വതന്ത്രനായിട്ട് വിടുകയല്ല, കർത്താവായി യേശുക്രിസ്തു വിളിച്ചു തന്നെ എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ. ദൈവത്തിന് സ്തോത്രം. നമ്മൾ സ്വതന്ത്രരായി കർത്താവായി യേശുക്രിസ്തുവിന്റെ അടിമത്തത്തിന് കീഴിൽ ആ സ്വാതന്ത്ര്യം അനുഭവിച്ചുകൊണ്ട് ജീവിക്കേണ്ടതാണ്. അത് വെറുമൊരു അടിമത്വമല്ല, അത് സന്തോഷത്തിൻ്റെ പാട്ട് പാടിക്കൊണ്ട് അരുമനാഥനോട് ചേർന്ന് ജീവിക്കുന്ന ഒരു സ്വർഗീയമായിരിക്കുന്ന ഒരു അനുഭൂതിയാണ്. ഹല്ലേലൂയ. ദൈവനാമം മാത്രം മഹത്വപ്പെടുവാറാകട്ടെ. കർത്താവായി യേശുക്രിസ്തു, ഗലാത്യർ 5:1 വായിച്ച്, കർത്താവായി യേശുക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കി. ഹല്ലേലൂയ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, പക്ഷേ വീണ്ടും നിങ്ങൾ അടിമത്വത്തിന് കീഴിലേക്ക് പോയോ? വായിച്ചേ. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പീൻ. അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. പൈശാചികന്റെ അടിമനുഖത്തിൽ ഊഴിവേല ചെയ്യുവാൻ വീണ്ടും കുടുങ്ങിപ്പോകരുത്. ദൈവത്തിന് മഹത്വം. കർത്താവിന് സ്തോത്രം. കർത്താവായ യേശുക്രിസ്തു കാൽവറിയിൽ എന്ത് ചെയ്തു? എൻ്റെ മേലുള്ളതായ ആ പാപത്തിൻ്റെ കൈയെഴുത്ത് മായിച്ചു ക്രൂശിൽ തറച്ചു നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചിട്ട് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യ കാഴ്ചയാക്കി നിർത്തി. എനിക്കുള്ള ധൈര്യം എന്താണെന്നറിയാമോ? ദൈവത്തിൻ്റെ സ്തോത്രം. എൻ്റെ മേൽ വാഴാനും പാപം ചെയ്യിക്കാനും എല്ലാം ഓടി ഓടി വരുന്ന പിശാചിൻ്റെ തല കാൽവറിൽ കർത്താവ് ചതച്ചു. അവൻ തോറ്റ ശത്രുവാണ്. എൻ്റെ കർത്താവിൻ്റെ പേരെന്നാണെന്നറിയാമോ? അവൻ പരാജയമറിയാത്ത യൂദയുടെ സിംഹമാണ്. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. പലപ്പോഴും അവൻ എന്നെ തെറ്റിച്ച് വീഴിക്കാൻ നോക്കുന്നുവെങ്കിലും ആത്യന്തികമായി എന്നെ നിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു വരുത്താൻ ആർക്കും കഴിയുകയില്ല എന്ന് പറഞ്ഞ് കർത്താവായ യേശുക്രിസ്തു നമുക്ക് സംരക്ഷണം തരുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, അടിമനുഖത്തിന് കീഴിൽ പിന്നെയും കുടുങ്ങരുത്. റോമർ 8 എടുത്ത്, റോമർ 8 14-15 വാക്യങ്ങളിൽ ഈ 2 ദാസ്യത്വത്തിൻ്റെ കാര്യം അവിടെ എടുത്തു പറയുന്നുണ്ട്. സാത്താൻ്റെ മകനാണോ അതെയോ ദൈവത്തിൻ്റെ മക്കളാണോ നിങ്ങൾ എന്ന് തന്നെ താൻ ചിന്തിക്കുക. ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു. ദൈവാത്മാവ് നടത്തുന്ന ഏവനും ദൈവത്തിൻ്റെ മക്കളാകുന്നു. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. സാത്താന്റെ ഇഷ്ടപ്രകാരം ഊഴിവേല ചെയ്യുന്നവനല്ല. മദ്യം കുടിക്കാൻ പറയുമ്പോഴേക്കും അതിന് പോയി കുടിച്ചു. പ്രേമിക്കാൻ പറയുമ്പോൾ അതിലേക്ക് വീഴുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ബ്ലൂ ഫിലിം കാണാൻ പ്രേരിപ്പിക്കുമ്പോൾ അതിലേക്ക് പോകുന്നു. വൃത്തികെട്ട പാപത്തിന് വേണ്ടി പൈശാചികൻ നിന്റെ പിന്നാലെ നടന്ന് പ്രേരിപ്പിക്കുമ്പോൾ അതിന് വശംവദനായി അടിമവേല ചെയ്യുന്നതായ ഒരു വ്യക്തിയല്ല ജയാളി. സ്വാതന്ത്ര്യത്തിനായിട്ട് കർത്താവായി യേശുക്രിസ്തുവിനെ സ്വതന്ത്രനാക്കി ആ വിടുതൽ പ്രഖ്യാപിച്ച രംഗമാണ് കാൽവറി ക്രൂശ്. നന്ദിയോടെ സ്തോത്രം. ജയപ്രഖ്യാപനത്തിൻ്റെ രംഗമാണ് കാൽവറി. ഹല്ലേലൂയ. ആ ജയത്തിൻ്റെ സ്ലീബായുടെ സാക്ഷികളായാണ് ഞാൻ നിങ്ങളും ഓടേണ്ടത്. ദൈവത്തിന് സ്തോത്രം. സാത്താൻ നിന്നെ വശംവദനാക്കാൻ, നിന്നെ കീഴടക്കുവാൻ വരുന്ന സമയത്ത് യേശുവിൻ രക്തത്തിൽ ആശ്രയിച്ചുകൊണ്ട് അവൻ്റെ നാമത്തിൻ്റെ ശക്തിയാൽ നിങ്ങൾ വ്യക്തമായി പറയണം, യു ഡെവിൾ, ഔട്ട് യു ഗോ. നിനക്കെന്നെ കിട്ടുകയില്ല. വളരെ വ്യക്തമായി ഉറപ്പ് നിങ്ങൾക്കുണ്ടോ? ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഇവിടെ വളരെ വ്യക്തമായി ഒരാത്മീയ ജീവിതത്തിന് സത്യസന്ധമായ ഒരാവിഷ്കരണം കാണുന്നുണ്ട്. സാത്താനെ കീഴടക്കാൻ വരുന്നു. പക്ഷേ കർത്താവായി യേശുക്രിസ്തു നേടിയതായ ജയം ഞാൻ വിശ്വാസത്തിൽ സ്വന്തമാക്കുന്നു. ഹല്ലേലൂയ. അടിമത്വം ഏതിനാണ് ദൈവമക്കളെ?
ഏതിനോട് തോക്കുന്നതിൻ്റെ അടിമകളാണ്. യോഹന്നാന്റെ സുവിശേഷം എടുത്ത് യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 8-ാം അധ്യായത്തിൻ്റെ 34 മുതൽ 36 വരെ വാക്യങ്ങളിൽ ഈ അടിമത്വത്തിൻ്റെ കാര്യം വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഇന്ന് നിങ്ങൾ സ്വാതന്ത്ര്യത്തിൻ്റെ പാട്ടുപാടും ദൈവമക്കളായി മാറണം. അതിന് കർത്താവായി യേശുക്രിസ്തു വചനമായി നമ്മുടെ മധ്യത്തിലേക്ക് വന്നിട്ടുണ്ട്. ഈ വചനത്തിലൂടെ തീ പാറണം. ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം. കാലുകൾ കത്തിയതായ സ്നേഹത്തിൻ്റെ തീ എൻ്റെ ജീവിതത്തിൽ കത്തിപ്പടർന്ന് ബന്ധനകെട്ടുകളെല്ലാം പൊട്ടണം. ഹല്ലേലൂയ, സാത്താൻ്റെ ബന്ധനത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് സന്തോഷത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും സങ്കടങ്ങൾ സകലതും തീർന്നുപോയി, സംഹാര ദൂതനെ കടന്നുപോയി എന്നുള്ള ഈ ജയത്തിൻ്റെ പാട്ട് നമുക്ക് പാടിക്കൊണ്ട് വേണം ഇന്ന് ഈ ശുശ്രൂഷ കഴിയുമ്പോൾ എഴുന്നേക്കാൻ. വായിക്കാം. അതിന് യേശു, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, പാപം ചെയ്യുന്നവനെല്ലാം പാപത്തിന്റെ ദാസനാകുന്നു. പാപം ചെയ്യുന്നവനെല്ലാം പാപത്തിന്റെ ദാസനാകുന്നു. ദൈവമക്കൾ, ഈ പിശാചിന്റെ നുകത്തിന് കീഴിലേക്ക് നിങ്ങൾക്ക് ഇനിയും പോകണമോ? ജീവൻ കൊടുത്ത് നമ്മളെ വിലക്ക് വാങ്ങിയില്ലേ? പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കാൻ വേണ്ടി കർത്താവായി യേശുക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കിയില്ലേ? സാത്താനെ ലജ്ജയില്ലാതെ വീഴിക്കാനായിട്ട് വരും. ദൈവത്തിന് ഒന്നോടെ വായിച്ച്. അതിന് യേശു, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, പാപം ചെയ്യുന്നവനെല്ലാം പാപത്തിന്റെ ദാസനാകുന്നു. പാപം ചെയ്യുന്നവനെല്ലാം പാപത്തിന്റെ ദാസനാകുന്നു, പിശാചിന്റെ ദാസനാകുന്നു. വായിച്ചു. ദാസൻ എന്നേക്കും വീട്ടിൽ വസിക്കുന്നില്ല, ദാസൻ സ്വർഗരാജ്യത്തിൽ വസിക്കുന്നില്ല, പുത്രനോ എന്നേക്കും വസിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് നിങ്ങൾക്ക് അർത്ഥം മനസ്സിലാകുന്നുണ്ടോ? പിശാചിന്റെ അടിമത്തത്തിൽ നിന്ന് ബന്ധനകെട്ടുകൾ പൊട്ടിച്ച് നിങ്ങളെ കർത്താവായി യേശുക്രിസ്തു വിടുവിച്ചു കൊണ്ടുവന്നു, പുത്രന്റെ രാജ്യത്തിലാക്കി, സ്വർഗരാജ്യത്തിന്റെ മക്കളാക്കി തീർത്തു. വീണ്ടും ആ അടിമനുഖത്തിന് കീഴിലേക്ക് നിങ്ങൾ പോകണമെന്നുണ്ടോ? സ്വർഗം നിങ്ങൾക്ക് വേണ്ടേ മക്കളെ? മക്കളാണ് സ്വർഗരാജ്യത്തിൽ വസിക്കുന്ന, അടിമകളല്ല. അടിമകൾ ദൈവത്തിന് സ്തോത്രം, അവർക്ക് അവകാശമില്ല വസ്തുവിന്. 2 പത്രോസ് 2-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യം വായിച്ച്. 2 പത്രോസ് 2-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യം. തങ്ങൾ തന്നെ നാശത്തിന്റെ അടിമകളായിരിക്കെ മറ്റവർക്കും സ്വാതന്ത്ര്യത്തെ വാഗ്ദത്തം ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, നാശത്തിന്റെ അടിമകളാണ് ജീവിതയാത്രക്കാരെ. കാലടികൾ എങ്ങോട്ട്? ഇപ്പോൾ ബന്ധനകെട്ടുകൾ പൊട്ടുന്നൊരു സമയമായി മാറട്ടെ. ദൈവത്തിന് സ്തോത്രം. അമിക്കയറുകളുടെ സകല ശക്തിയും തകരട്ടെ. നിങ്ങൾ സ്വാതന്ത്ര്യം പ്രാപിക്കട്ടെ. നിങ്ങൾ അതിന് വേറെ എങ്ങും പോകണ്ട. ക്രൂശിൻ ചുവട്ടിലേക്കൊന്ന് വന്നി, രക്തം ആർന്നൊലിക്കുന്ന ആ ക്രൂശിൻ ചുവട്ടിലേക്ക്. ആ രക്തം തീയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏത് ബന്ധനമുള്ള ദൈവമക്കൾക്കും കടന്നു വരാം. ഏത് വൃത്തികെട്ട പാപത്തിൻ്റെ ചങ്ങലയിൽ കുടുങ്ങി കിടക്കുന്ന ദൈവമക്കൾക്കും കടന്നു വരാം. ഒരിക്കലും ജയം കിട്ടാതെ വലയുന്ന ദൈവമക്കൾക്കും ഇപ്പോൾ ക്രൂശിൻ ചുവട്ടിലേക്ക് കടന്നു വരാം. അവിടെ ജയത്തിൻ്റെ തീ ആളിക്കത്തി പടരുന്നുണ്ട്. ഹല്ലേലൂയ. ജയത്തിൻ്റെ സന്തോഷം അല്പമെങ്കിലും രുചിച്ചുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. പല പാപങ്ങൾ എന്നെയും കൊണ്ടേ പോകുകയുള്ളൂ എന്ന് വിചാരിച്ച് ഞാൻ നിരാശപ്പെട്ട് കരഞ്ഞിട്ടുണ്ട്. പക്ഷേ കാൽവറിയിൽ കത്തുന്ന സ്നേഹാഗ്നി എന്നെ ക്രൂശിൻ ചുവട്ടിലേക്ക് മാടി വിളിച്ചു. ആ ചങ്ക് പൊട്ടി ഒഴുകുന്ന തങ്കച്ചോര എൻ്റെ ജീവിതത്തെ തൊട്ടുണർത്തി. നന്ദിയോടെ സ്തോത്രം. തിരിഞ്ഞു നിന്ന് നല്ല സുബോധത്തോടെ കാൽവറിയിലെ ശക്തിയാൽ, സാത്താനെ നിന്നെ എനിക്ക് വേണ്ട, നിന്റെ സുഖം എനിക്ക് വേണ്ട, നിന്റെ പാപത്തിൻ്റെ രസം എനിക്ക് വേണ്ട, മദ്യത്തിൻ്റെയും ലൈംഗികമായിരിക്കുന്ന ആസക്തികളുടെയും സുഖഭോഗത്തിൻ്റെയും മാധുര്യമൊന്നും എനിക്ക് വേണ്ട, കാൽവർക്കുറിച്ചിൽ നിന്ന് എനിക്ക് മതിയെന്ന് അനുഭവത്തോട് ചേർത്ത് വളരെ വ്യക്തമായൊരു വിശ്വാസ പ്രഖ്യാപനം നടത്തുവാൻ ദൈവം പാപിയായി എനിക്ക് കൃപ തന്നു. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. ആ ക്രൂശിനെ നോക്കിക്കൊണ്ട് ജയത്തിൻ്റെ ശബ്ദം നിങ്ങളെ അറിയിക്കുകയാണ്. ഒരു ജയജീവിതം സാധ്യമാണ്. എൻ്റെ ശക്തി കൊണ്ടല്ല ഞാൻ അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചത്. അത് ജയം നേടിയ കാൽവറിയിലെ ശക്തി കൊണ്ടാണ്. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. ദൈവത്തിന് മഹത്വം. നിങ്ങൾക്കിന്ന് ജയം വേണ്ടേ? കർത്താവായ യേശുക്രിസ്തു ജയം തരും. 4-ാമത്തെ കാര്യം എന്താണ് പറഞ്ഞത്? ദൈവത്തിന് സ്തോത്രം. 1-ാമത്തെ കാര്യം ജഡീകൻ, ആത്മീയൻ. ഒരു വ്യക്തിയിൽ തന്നെ കാണുന്ന വൈരുദ്ധ്യ സ്വഭാവങ്ങൾ. 2 വിധ ഞാനുകൾ. ഞാൻ ആഗ്രഹിക്കുന്ന നന്മയല്ല, വെറുക്കുന്ന തിന്മ ചെയ്യുന്നു. 3-ാമത്തെ കാര്യം ദൈവത്തിൻ്റെ പ്രമാണം, പാപത്തിൻ്റെ പ്രമാണം. 4-ാമത്തെ കാര്യം നാം എന്താണ് ചിന്തിച്ചത്? പാപത്തിൻ്റെ ദാസൻ, ക്രിസ്തുവിൻ്റെ ദാസൻ. ദൈവത്തിൻ്റെ സ്തോത്രം. 5-ാമത്തെ കാര്യം എന്താണ്? 7-ാം അധ്യായത്തിൻ്റെ 24-25 വാക്യങ്ങൾ. 7-ാം അധ്യായത്തിൻ്റെ 24-25 വാക്യങ്ങൾ.
അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ. ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? ദൈവത്തിന് ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആര് വിടുവിക്കും? 25-ാമത്തെ വാക്യം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം. ഹല്ലേലൂയ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം. ഹല്ലേലൂയ. അതിനോട് ചേർത്ത് ഒരു വാക്യം കൊണ്ട് വായിച്ച് 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിന്റെ 57-ാമത്തെ വാക്യം. 1 കൊരിന്ത്യർ 5-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം. ഇവിടെ നാം കാണുന്നത് 2 വിധത്തിലുള്ളതായ കരച്ചിലിൻ്റെ ശബ്ദമാണ്. 2 വിധത്തിലുള്ളതായ കരച്ചിലിൻ്റെ ശബ്ദം. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഐശേ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ആദ്യം നാം എന്താണ് കരച്ചിലിന്റെ ശബ്ദം കേട്ടത്? അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആര് വിടുവിക്കും? വേദനയുടെ കരച്ചിലാണ്, വിടുതലിന് വേണ്ടിയുള്ള ഉള്ളം തൊട്ടുള്ളതായ കരച്ചിലാണ്, ചങ്ക് പൊട്ടിയുള്ളതായിരിക്കുന്ന കരച്ചിലാണ്. ആഗ്രഹിക്കുന്ന നന്മ ചെയ്യാതെ വെറുക്കുന്ന തിന്മ ചെയ്തുകൊണ്ട് പൈശാചികൻ കൈകൊട്ടി എൻ്റെ ജീവിതത്തെ കണ്ട് ചിരിക്കുന്നതായ ലജ്ജാകരമായിരിക്കുന്നതായ അവസ്ഥയിൽ തോറ്റുകിടന്നതായ ആ വ്യക്തിയിൽ നിന്ന് ഉയർന്നതായ ദീനരോധനം. അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ. ദൈവത്തിന് സ്തോത്രം. എന്നാൽ കാൽവറിയിൽ കർത്താവായ യേശുക്രിസ്തു നേടിത്തന്നതായ പാപത്തിൻ്റെ മേലും നിത്യശിക്ഷയിന്മേലുമുള്ളതായ ജയത്തിൻ്റെ അനുഭവത്തിൻ്റെ മാധുര്യം രുചിച്ചുകൊണ്ട് പൗലോസ്ലീഹ ഇപ്രകാരം പറഞ്ഞു, കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇതാണ് ഒരു ദൈവവൈദ്യൻ്റെ ജയത്തിൻ്റെ പാട്ട്. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഒരു സന്തോഷധ്വനി പാടിക്കൊണ്ട് വേണം നിങ്ങൾ ഇവിടെ നിന്ന് എഴുന്നേൽക്കാൻ വേണ്ടിയിട്ട്. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളി, റോമൻ ഗവൺമെൻറ്റിൻ്റെ സ്ഥാനത്ത്, റോമൻ ഗവൺമെൻറ് ആധിപത്യം ഉണ്ടായിരുന്ന കാലത്ത് നടന്ന ഒരു ശിക്ഷാവിധി പ്രകാരമാണ് പൗലോസ്ലീഹ ഈ ഭാഗം പറയുന്നത്. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ കൊന്നു. എ എന്ന് പറയുന്ന ഒരു വ്യക്തി ബി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കൊന്നു. ചത്തത് ബി ആണ്. അതിനിവിടെ പൗലോസ്ലീഹ പറഞ്ഞത് മരണത്തിന് അധീനമായ ശരീരം, മരിച്ചുപോയ ശരീരം. ദൈവത്തിന് സ്തോത്രം. എ ആണ് കൊന്നത്, മറ്റ് ബി എന്ന് പറയുന്നത് ചത്തുപോയ ശരീരം, ചത്തുപോയി, കൊന്നുക. എന്ത് ചെയ്യുന്നറിയാമോ? ഈ ചത്തതായ ശരീരത്തെ കൊന്നതായ വ്യക്തിയോട് ചേർത്ത് ഇങ്ങനെ കെട്ടും. ഇങ്ങനെ മുഖത്തോട് മുഖം ചേർത്ത് കെട്ടും. അവൻ്റെ വായും കൊന്നവൻ്റെ വായും, അവൻ്റെ ചങ്കും കൊന്നവൻ്റെ ചങ്കും ഇങ്ങനെ കെട്ടും. നീ എവിടെ വേണേലും പൊക്കോളാൻ പറയും, എവിടെ വേണേലും പൊക്കോളാൻ പറയും. 1 ദിവസം കഴിഞ്ഞ്, 2 ദിവസം കഴിഞ്ഞു, 3 ദിവസം കഴിഞ്ഞ് ചീഞ്ഞു തുടങ്ങി. വായിൽ നിന്ന് ഞൊളയൊക്കെ ഈ ചത്തവൻ്റെ ശരീരത്തിൽ നിന്ന് വരും. അത് മറ്റവൻ്റെ വായ്ക്കകത്തേക്കാണ്. ഒരുമാതിരി വെളുത്ത പുഴു ഈ ശരീരത്തെ മുഴുവനായിട്ട് അരിച്ചിറങ്ങുന്നുണ്ട്. അത് മറ്റവനെയും ശരീരത്തിലേക്കും കയറി തിന്നുകയാണ്. എന്തൊരു ദുർഗന്ധം! കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനം മറിയുന്നില്ലേ? ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ചിലപ്പോഴെങ്കിലും ആ റോമൻ തെരുവീതിയിൽ ചില കുറ്റവാളികൾ കൊടുക്കുന്ന ശിക്ഷയാണത്. അങ്ങ് ദൂരേന്ന് പോലും കരച്ചിലിൻ്റെ ഒരു ഏങ്ങലടി ശബ്ദം കേൾക്കാം. ഈ മരണത്തിന് അധീനമായി ചീഞ്ഞ് കിടക്കുന്ന ശരീരത്തിൽ നിന്ന് കെട്ടഴിച്ച് എന്നെ ഒന്ന് വിടുവിക്കാം. മറ്റേ മനുഷ്യൻ ഇങ്ങനെ വരിഞ്ഞം കെട്ടിയേക്കാണ്. ചീഞ്ഞ് ദ്രവിച്ച് പുഴുവരിച്ച് ചലമിറങ്ങി തുടങ്ങി. എന്ത് വലിയ കൊതിയായിരിക്കും! എന്നെ വേണമെങ്കിൽ തൂക്കിക്കൊന്നു, കത്തിച്ചു കളഞ്ഞു, എന്നാലും വേണ്ടില്ല, ഈ ദുഷ്ടമായിരിക്കുന്ന അനുഭവത്തിൽ നിന്ന് എന്നെ ഒന്ന് വിടുവിക്കാമോ? ദൈവമക്കൾ, എന്തുള്ളം തൊട്ടുള്ള കരച്ചിലാണ്! ഈ മരണത്തിന് അധീനമായ ശരീരം തന്നെ ആര് വിടുവിക്കും? ദൈവമക്കളെ, ഞാൻ എന്തിനാണ് ഇത്ര നഗ്നമായി അത് വിവരിച്ചതെന്നറിയാമോ? വൃത്തികെട്ട പിശാചിനോട് ചേർന്നുള്ള ജീവിതം ഇതിനേക്കാൾ മലീമസമാണ്. പാപത്തിൻ്റെ ദുർഗന്ധം. ദൈവത്തിന് സ്തോത്രം. അത് അവസാനിച്ചെന്ന് നരകത്തിയിൽ കത്തി എരിയുന്നായ രംഗം ഇത് നിങ്ങൾ കണ്ടുകൊണ്ട് വേദനയോടെയാണ് പാവപ്പെട്ട അടിയനും ക്രൂശിലെ സ്നേഹം വ്യാപരിച്ച് കിട്ടിയതുകൊണ്ട് നിങ്ങളോട് പറയുന്നത്. മക്കളെ, അതിൽ നിന്നൊരു വിടുതല വേണ്ടേ? ഈ ലോകത്തിലും വേദനയുമാണ്, ഈ ലോകത്തിൽ കണ്ണുനീരാണ്, ഈ ലോകം നരകതുല്യമായിരിക്കുന്ന കുടുംബാന്തരീക്ഷമാണ്. ഹല്ലേലൂയ. സാത്താൻ ചിരിക്കുന്നതായ ഒരു ജീവിതം അത് വേണ്ട. നിങ്ങൾക്ക് ഈ നിമിഷം ഒന്ന് വെക്കാമോ? പാപത്തോടെ അറപ്പും വെറുപ്പും നിങ്ങൾക്ക് വേണ്ടേ? ദുഷ്ട പൈശാചികൻ അവൻ അറിയിക്കുന്ന അവജ്ഞയോടെ നിങ്ങൾക്കൊന്ന് തള്ളി പറയാമോ? നിങ്ങൾക്ക് വേറെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. നിങ്ങൾക്ക് ആ കെട്ട് തന്നെത്താൻ അഴിക്കാൻ സാധ്യമല്ല. ആ വ്യക്തിയുടെയും മറ്റേ വ്യക്തിയുടെയും എല്ലാം ചേർത്ത് ഇങ്ങനെ വരിഞ്ഞു കെട്ടിയിരിക്കുകയാണ്. സ്വയമായിട്ട് ഒരു തരത്തിൽ നിനക്ക് ജയം സാധ്യമല്ല. നന്ദിയോടെ സ്തോത്രം. എന്നാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും?
വലത്തുഭാഗത്ത് കള്ളന് ക്രൂശിൽ നിന്ന് തന്നെ ഇറങ്ങി വരാൻ പറ്റുമോ? അവന് ഒരു കാര്യം ചെയ്യാം, കർത്താവായ യേശുക്രിസ്തുവിനോട് അപേക്ഷിക്കാം. ദൈവമക്കളെ, ഇത് പ്രസംഗം കേട്ടടിച്ചു പോകുന്നൊരു ദിവസമല്ല. കാൽവറിയിൽ നിങ്ങൾക്ക് വേണ്ടി യാഗമായി കിടക്കുന്ന, രക്തം അറിഞ്ഞൊലിച്ച് കിടക്കുന്ന, ജയാളിയായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിനെ നിങ്ങളുടെ കൺമുമ്പിലേക്ക് വരച്ച് കാണിച്ച് തന്നുകൊണ്ട് പറയുകയാണ്, ആ യേശുവിലേക്ക് നിങ്ങളൊന്ന് നോക്കിക്ക്. അവൻ ദൈവത്തെ പരാജിതനായി മരിച്ചുപോയ ദൈവമല്ല. ആ മരണമേ നിന്റെ ജയം എവിടെ, പാതാളമേ നിന്റെ വിഷമുള്ള എവിടെ എന്ന് ചോദിച്ച് മരണത്തെയും പാതാളത്തെയും ജയിച്ച് ജയാളിയായി ഇന്ന് നമ്മുടെ മധ്യത്തിൽ വചനമായിട്ട് ഇറങ്ങി വന്നിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിനോട് നിങ്ങളൊന്ന് ചോദിച്ച്, കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രമെന്ന് മക്കളെ നിങ്ങൾക്ക് പറയണ്ടേ? നിങ്ങൾ അതിന് ഒറ്റ കാര്യം ചെയ്താൽ മതി. നിങ്ങൾക്ക് ജയം സ്വയമായി നേടിയെടുക്കാൻ സാധ്യമല്ല. ജയം തരുന്ന കർത്താവിനോട് ചോദിക്കണം, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഞാൻ തന്നെ ഉണ്ടാക്കി ചങ്ങല കൊണ്ട് എന്നെ തന്നെ വരിഞ്ഞു മുറുക്കിയിരിക്കുകയാണ്. എനിക്ക് സ്വാതന്ത്ര്യമില്ല. എൻ്റെ നാവ് എൻ്റെ അധീനത്തിലല്ല, എൻ്റെ കണ്ണ് എൻ്റെ നിയന്ത്രണത്തിലല്ല, എൻ്റെ അധരങ്ങൾ എൻ്റെ നിയന്ത്രണത്തിലല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് ബന്ധനക്കെട്ടുകൾ പൊട്ടുന്ന ദിവസമായി മാറണം. ഇന്ന് വിടുതലിൻ്റെ ദിവസമായി മാറണം. ഇന്ന് ആരാധന ഉയരുന്ന ദിവസമായി മാറണം. കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രമെന്ന് പാട്ടുപാടിക്കൊണ്ട് സ്തുതിയോടെ എഴുന്നേൽക്കുന്ന ദിവസമായി മാറണം. ജയക്കൊടി നിങ്ങളുടെ കൈകളിൽ തരികയാണ്. ഹല്ലേലൂയ. ആ ജയത്തിൻ്റെ സിലിവ പിടിച്ചുകൊണ്ട് മുന്നേറുന്ന ഒരു കൂട്ടം ദൈവമക്കളുടെ കൂട്ടമായി നമ്മളുടെ ഈ വചനം കേൾക്കുന്ന ദൈവമക്കളായി തീരണം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. രണ്ട് വിധ കരച്ചിലുകൾ. വിടുതലിന് മുമ്പുള്ളതായ ഏങ്ങലടിയുടെ കരച്ചിൽ, പരാജയത്തിൻ്റെ കരച്ചിൽ. ദൈവത്തിന് സ്തോത്രം. ഇപ്പോഴെന്താണ് ദൈവത്തിന് സ്തോത്രം. വിടുവിക്കപ്പെട്ട ദൈവത്തിൻ്റെ ജയത്തിൻ്റെ കരച്ചിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സ്തോത്രം. ഇരുവിധ സ്വഭാവത്തിൽ ആറാമത്തെ കാര്യം എന്താണ്? 7:6 വായിച്ച് 7-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം. ഇപ്പോഴോ നമ്മെ പിടിച്ചടക്കിയിരിക്കുന്ന ന്യായപ്രമാണം സംബന്ധിച്ച് മരിച്ചിരിക്കൊണ്ട് അക്ഷരത്തിന്റെ പഴക്കത്തിലല്ല ആത്മാവിന്റെ പുതുക്കത്തിൽ തന്നെ സേവിക്കേണ്ടതിന്. ആത്മാവിന്റെ പുതുക്കത്തിൽ ദൈവത്തെ സേവിക്കണം. രണ്ട് വാക്കുകൾ നിങ്ങൾ കേട്ടോ, അക്ഷരത്തിന്റെ പഴക്കവും ആത്മാവിന്റെ പുതുക്കവും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അക്ഷരത്തിന്റെ പഴക്കം, ചടങ്ങിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ആരാധനയുടെ പാരമ്പര്യ ക്രിസ്ത്യാനികൾ, പൊത്തുവരുത്ത ക്രിസ്ത്യാനികൾ, ഞായറാഴ്ച ക്രിസ്ത്യാനികൾ, ദുഃഖവെള്ളിയാഴ്ച ക്രിസ്ത്യാനികൾ, കുരിശുവര ക്രിസ്ത്യാനികൾ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, മറ്റേതെന്താണ്? ആത്മാവിൻ്റെ വിടുതലിൻ്റെ സന്തോഷത്തിൽ സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കുന്ന ക്രിസ്ത്യാനികൾ. ദൈവത്തിന് സ്തോത്രം. ആത്മീയമായിരിക്കുന്ന ആരാധനയില്ലാതെ അക്ഷരത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ആത്മീയത. ന്യായപ്രമാണത്തെക്കുറിച്ച് നല്ല വ്യക്തമായ അറിവുണ്ട്, പക്ഷേ അനുഭവമില്ല. അറിവൊരിക്കലും ജയം തരുന്നില്ല, അനുഭവമാണ് രുചി തരുന്നത്. ദൈവമക്കളെ, ഞങ്ങൾ കോളേജിൽ പഠിപ്പിക്കുമ്പോൾ ദി ബയോകെമിസ്ട്രി ഓഫ് ഷുഗർ പഠിപ്പിക്കണം. പഞ്ചസാരയുടെ രാസഘടന ധാരാളം പഠിപ്പിക്കാനായിട്ടുണ്ട്. ആ മധുരം എവിടെ നിന്ന് വന്നു? സൂര്യപ്രകാശത്തിലെ എനർജി എങ്ങനെ പഞ്ചസാരക്കകത്ത് ഒതുങ്ങിക്കൂടി? ഞാൻ അതിൻ്റെ വിശദാംശത്തിലേക്ക് പോകുന്നില്ല. അതിൻ്റെ ATP കണ്ടന്റ് എങ്ങനെയാണ്? ഇതെല്ലാം പഠിപ്പിക്കണം. 100 കണക്കിന് നോട്ട് കൊടുക്കാൻ തക്കവണ്ണം വിശദമായി പഞ്ചസാരയെക്കുറിച്ച് പഠിപ്പിച്ചാലും ആ നോട്ടുകളും ആ ടെക്സ്റ്റ് ബുക്കുകളും മുഴുവൻ വായിച്ച് മനസ്സിലാക്കിയാലും അതിൻ്റെ താളുകൾ നക്കിയാലും മധുരം കിട്ടുകയില്ല. പഞ്ചസാര എന്ന് എഴുതാൻ പോലും അറിയാത്ത പാവപ്പെട്ട 8 പൊട്ടും തിരിയാത്ത ഒരു വല്യമ്മയ്ക്ക് 2 തരിയെടുത്ത് നാവിലിട്ടാൽ മതി, മധുരം കിട്ടും. പരിജ്ഞാനമല്ല, അനുഭവമാണ് സമ്പത്ത്. നിങ്ങൾക്ക് അർത്ഥം മനസ്സിലായോ? ഹല്ലേലൂയ, ദൈവത്തിൻ്റെ മഹത്വം, കർത്താവിന് സ്തോത്രം. അക്ഷരത്തിൻ്റെ ആരാധകരായിട്ടല്ല നമ്മളുടെ ദൈവമക്കൾ തീരേണ്ടത്. ആത്മാവിൽ സത്യത്തിൽ ദൈവത്തെ രുചിച്ചുകൊണ്ട് ആരാധിക്കുന്ന ദൈവമക്കളായി മാറണം. ഹല്ലേലൂയ. അക്ഷരത്തിൻ്റെ സേവകരല്ല, ആത്മാവിൻ്റെ അനുഭവസ്ഥരായി നിങ്ങൾ ഓരോരുത്തരും മാറേണ്ടിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, പള്ളിപ്പോക്ക് തെറ്റല്ല, ഞാനും മുടങ്ങാതെ പോകുന്ന ഒരാളാണ്. ഹല്ലേലൂയ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശു തൂങ്ങപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു, കുരിശു വരയ്ക്കുന്നു, ദുഃഖവെള്ളിയാഴ്ച സിലീബ മുത്തുന്നു,
ചിലരെല്ലാം ദൈവത്തിൻ്റെ സ്തോത്രം വലിയ കുരിശും എടുത്തുകൊണ്ട് ചില മലമുകളുകൾ ചവിട്ടിക്കയറുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, ഇതിൻ്റെ എല്ലാം തെറ്റോ ശരിയിലേക്കല്ല ഞാൻ പോകുന്നത്. എങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, കാൽവറിയിൽ കർത്താവായ യേശുക്രിസ്തു ചൊരിഞ്ഞതായ രക്തത്തിൻ്റെ ശുദ്ധീകരണ ശക്തിയുടെ വ്യാപാരം അനുഭവിക്കാതെ വരച്ചുകൊണ്ട് നടന്നിട്ട് എന്താണ് കാര്യം? കാൽവറിയിൽ കത്തിയതായ സ്നേഹത്തിന് തീയാൽ നിങ്ങൾ തീ പിടിച്ചില്ല എങ്കിൽ ഈ കുരിശ് മുത്തിക്കൊണ്ടോ കുരിശ് കഴുത്തിൽ തൂക്കിയിട്ടത് കൊണ്ടോ വീട്ടിൽ ഉയർത്തി വെച്ചത് കൊണ്ടോ എന്താണ് പ്രയോജനം? മർമ്മം നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. വിശുദ്ധ കുർബാന പലരും ഒരു ഞായറാഴ്ച പോലും മുടങ്ങാതെ അനുഭവിക്കുന്നുണ്ട്. ഞാനും അനുഭവിക്കുന്ന ആളാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, തീയല്ലോ ഈ മധുപ തീ അതിനെ ചുറ്റുന്നു. ആ കാൽവറിയിൽ കത്തിയതായ തീ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ തീ പരിശുദ്ധ മധുവയിൽ ഇറങ്ങി. അപ്പത്തെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരവും വീഞ്ഞിനെ കർത്താവായ യേശുക്രിസ്തുവിന്റെ തിരുരക്തമായി മാറി. അപ്പോൾ വിശുദ്ധ കുർബാന കർത്താവായ യേശുക്രിസ്തു തന്നെയാണ്. ഈ വിശുദ്ധ കുർബാന അനുഭവിച്ച ദൈവമക്കൾ പള്ളിയിൽ നിന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ കർത്താവായ യേശുക്രിസ്തു നിങ്ങൾ അലിഞ്ഞു ചേർന്ന അനുഭവത്തിൽ യേശുവിൻ്റെ പ്രകൃതിയുള്ളവരായിട്ടാണോ ജീവിക്കുന്നത്? വാച്യാർത്ഥത്തിൽ കുർബാന അന്തരംഗത്തിൽ വായിൽ കൈക്കൊണ്ടു എന്ന് വിചാരിച്ച് നിങ്ങൾ പുണ്യവാളന്മാരാകുമോ? കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദിവ്യശക്തി നിങ്ങളുടെ ജീവിതത്തിൽ വ്യാപരിച്ച് ജഡീകരായിരിക്കും നിങ്ങളെ ആത്മീയരാക്കണ്ടേ? ഓരോ കോശത്തിൽ കൂടിയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജീവൻ്റെ ചൈതന്യം തുടിക്കണ്ടേ? യേശുക്രിസ്തുവിൻ്റെ ദിവ്യ സ്വഭാവത്തിൻ്റെ പങ്കാളികളായി മാറണ്ടേ? ഈ മർമ്മം നിങ്ങളൊന്ന് മനസ്സിലാക്കി ദൈവമക്കളെ. ചടങ്ങിൻ്റെ പിന്നാലെ പോയി നശിക്കല്ലേ ദൈവമക്കളെ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, നിങ്ങൾ വാച്യാർത്ഥത്തിൽ കാൽവരി മല വരെ പോയി അവിടെ മുട്ടുകുത്തിയെന്ന് വിചാരിച്ച് ആ കാലുകൾ സ്വർഗരാജ്യം ചവിട്ടണമെന്നില്ല. നിന്റെ ജീവിതത്തിലാണ് മാറ്റം വരേണ്ടത്. ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം. ദൈവത്തിന് പല കാര്യങ്ങൾ പറയുവാൻ എൻ്റെ മനസ്സിലകത്തേക്ക് തിങ്ങി വരുന്നുണ്ട്. നിങ്ങൾ സ്നാനമെടുത്തവരായിരിക്കാം. അത് ശിശുസ്നാനമോ മുതിർന്ന സ്നാനമോ ഒന്നുമല്ല നിങ്ങളോട് പറയുന്നത്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, റോമർക്ക് ലേഖനം 6-ാം അധ്യായം നിർത്തി നിങ്ങൾ വാസ്തവത്തിൽ സ്നാനത്തിൻ്റെ മർമ്മം മനസ്സിലാക്കി അനുഭവസ്ഥരായി തീർന്നിട്ടുണ്ടോ? 6-ാം അധ്യായത്തിൻ്റെ 3 വാക്യം ഒന്ന് വായിച്ച്. അല്ല, യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും. കർത്താവായ യേശുക്രിസ്തുവിനോട് ചേരുവാനുള്ളതായ ആ ഒരു കൂദാശയാണ് സ്നാനം. വായിച്ചു. അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അവന്റെ മരണത്തിൽ പങ്കാളികളാകുന്നതാണ് സ്നാനം. അടുത്ത വാക്യം. അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. നിങ്ങളൊന്ന് വ്യക്തമായി കണ്ണു തുറന്ന് നോക്കിക്കൊണ്ടെന്ന് കേട്ടെ. ദൈവത്തിന്റെ സ്തോത്രം. നിങ്ങൾ സ്നാനം എടുത്തവരല്ലേ? ഒന്നോടെ പോയി മുങ്ങണമെന്നല്ല നിങ്ങളോട് പറഞ്ഞത്. ഒന്നാമത്തെ കാര്യം, കർത്താവായ യേശുക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടു. രണ്ടാമത്തെ, കർത്താവായ യേശുക്രിസ്തുവിനോട് അടക്കപ്പെട്ടു. മൂന്നാമത്തെ കാര്യം, കർത്താവിനോ യേശുക്രിസ്തുവിനോട് ഈ ജീവന്റെ പുസ്തകത്തിൽ ഉയർത്തെന്നേറ്റു. ഇത് നടന്നു നിങ്ങളുടെ ജീവിതത്തിൽ സ്നാന മുഖാന്തരമായിട്ട്. ദൈവത്തിൻ്റെ മഹത്വം, കർത്താവിന് സ്തോത്രം. ഒരു മരണവും ഒരു അടക്കവും ഒരു ഉയർപ്പും നടന്നോ? ദൈവത്തിന് സ്തോത്രം. ദൈവമക്കൾ എന്തു പറയുന്നു? വാക്കുകളുടെ കസർത്തല്ല, ന്യായപ്രമാണമല്ല, അക്ഷരത്തിൻ്റെ പഴക്കമല്ല, ആത്മാവിൻ്റെ പുതുക്കത്തിൽ ജ്വലിക്കുന്ന ഒരു കൂട്ടം ആളുകൾ എഴുന്നേറ്റ് വരണം. ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം. അതുകൊണ്ട് ദൈവമക്കളെ, ഇന്ന് ആത്മാവിൻ്റെ തീയാളായ സ്നാനത്തിന് ദിവസമായി മാറണം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശക്തി നമ്മളുടെ മേൽ ധാരാളമായി ഒന്ന് വ്യാപരിക്കട്ടെ. ദൈവത്തിൻ്റെ മഹത്വം, കർത്താവിന് സ്തോത്രം. നിങ്ങൾ എന്തു പറയുന്നു? ദൈവത്തിന് സ്തോത്രം. പഴയത് കഴിഞ്ഞു പോയി എന്ന് നിങ്ങൾക്കൊരു ബോധ്യം വരണ്ടേ? ഒരു ക്രിസ്തുവിലായാൽ അതിനാണ് സ്നാനം. കർത്താവിനോട് ചേരുവാൻ സ്നാനം എടുത്തു. ഇനി ഞാനും എൻ്റെ കർത്താവും തമ്മിൽ രണ്ടല്ല. ദൈവത്തിൽ ഇനി ജീവിക്കുന്ന ഞാനല്ല, എന്നിൽ വസിക്കുന്ന ക്രിസ്തു. ഞാൻ ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇന്നു മുതൽ ഞാനല്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. അതിനുവേണ്ടി നിങ്ങൾക്കൊന്ന് ഒരുങ്ങാമോ? നമ്മുടെ തലകളെ വണക്കാം, കണ്ണുകളെ അടയ്ക്കാം, കാൽവരി ക്രൂശിനെ കെട്ടിപ്പിടിക്കാം. നന്ദിയോടെ സ്തോത്രം. കർത്താവേ, എന്നെ എൻ്റെ രാഗമോഹങ്ങളോട് ക്രൂശിലൊന്ന് നിർദാക്ഷിണ്യം ആ കാര്യനിപാണികൾ അടിച്ച് തൂക്കിയിടണം. കർത്താവേ, നീ എൻ്റെ ചങ്കിനകത്ത് വളരണം. എൻ്റെ ചങ്ക് നിനക്ക് വേണ്ടി ഞാൻ തുറന്നു തരികയാണ്. എൻ്റെ ചങ്കിനകത്ത് സിംഹാസനത്തിൽ രാജാവായി വാഴണം. ഇനി ജീവിക്കുന്ന ഞാനല്ല, എന്നിൽ വസിക്കുന്ന ക്രിസ്തുവാണ് എന്ന് അനുഭവത്തോട് ചേർത്ത് പറയുവാൻ തക്കോണ്ട് എൻ്റെ ജീവിതത്തിൽ പ്രകടമായൊരു മാറ്റം എനിക്ക് തരണം.
കാൽവറിയിൽ ചൊരുന്നായ തങ്കച്ചോരയിൽ എന്നെ കഴുകണം. സ്വർഗരാജ്യത്തിൽ നിത്യത മണവറ കഴിക്കുവാൻ തക്കവണ്ണം എന്നെ കർത്താവെ വിശുദ്ധീകരിക്കണമേ, ശക്തീകരിക്കണമേ, ഒരു ജയജീവിതം അനുഗ്രഹിക്കണമേ. മഹത്വം തിരുമേനി മാത്രം എടുക്കണമേ. യേശു കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരമരുളുമാറാകണമേ. ആമീൻ. ഹല്ലേലൂയ.